മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അനുവാദത്തോടു കൂടി നമ്മുടെ ഡോക്ടർ കെ.എം. എബ്രഹാം ജനീവയിലേക്ക് പോയിരിക്കുകയാണ്. എന്തിനാ ജനീവയിൽ പോയിരിക്കുന്നത്? ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനിൽ പരാതി കൊടുക്കാൻ. പാവം അദ്ദേഹം ഒരു തൊഴിലാളിയല്ലയോ? 5 ലക്ഷമോ 6 ലക്ഷമോ മാത്രം വരുമാനമുള്ള, പിന്നെ കിഫ്ബിയുടെ വരുമാനമുള്ള, സ്വന്തമായി ശമ്പളം എഴുതിയെടുക്കാൻ കഴിയുന്ന, സ്വന്തമായി ശമ്പളം കൂട്ടാൻ കഴിയുന്ന ലോകത്തിലെ അപൂർവ ജനിസല്ലേ. അപ്പം അദ്ദേഹം ജനീവയിൽ പോയിരിക്കുക. അന്താരാഷ്ട്ര കോടതിയിൽ പോയി അവിടെ നിന്നെങ്കിലും നീതി ലഭിക്കുമെന്ന്. സുപ്രീം കോടതി പോകുമെന്ന് പറഞ്ഞു. പക്ഷെ സുപ്രീം കോടതി പോയാലും രക്ഷ കിട്ടാനുള്ള സാധ്യത കുറവായുള്ള കേസാണല്ലോ. കാര്യം പിന്നെ വിജിലൻസിൻ്റെയൊക്കെ കൃത്യമായ ഇതുണ്ടല്ലോ, തെളിവുകളുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ സാധ്യത കുറവാണ്. അപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ ജനീവയിൽ പോയി കേസ് പറഞ്ഞെങ്കിലും എടുക്കുക. എന്തൊരു ഉളുപ്പാണ്, എന്തൊരു കഷ്ടമാണ് ഇവരൊക്കെ ഇങ്ങനെ. എനിക്ക് അത് അത്ഭുതകരമായി തോന്നുന്നത് മുഖ്യമന്ത്രിയുടെ മൗനവും കൂടിയാണ്. മുഖ്യമന്ത്രി എന്തിനാണ് ഇങ്ങനെ മൗനം കാണിക്കുന്നത്? അദ്ദേഹം മൗനത്തിലേക്ക് പോകാൻ പാടുള്ളൂ. അദ്ദേഹം വേതാളത്തെക്കുറിച്ചും അവതാരത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സെക്രട്ടേറിയറ്റിലെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിലല്ലേ ഇതൊക്കെ ഇരിക്കുന്നത്. മുമ്പൊരു ശിവശങ്കർ ആയിരുന്നെങ്കിൽ ഇപ്പോൾ എബ്രഹാം. IAS-കാർക്ക് തന്നെ നാണക്കേടില്ല. ഇവിടെ എത്ര IAS-കാർ ഇരുന്ന സ്ഥലമാണ് ചീഫ് സെക്രട്ടറി ആയിട്ടൊക്കെ. കുടുംബസമേതം IAS-കാരായ ഒരു ചീഫ് സെക്രട്ടറി കുടുംബസമേതം ടൂർ പോവുകയാണെങ്കിൽ അത് അൺഒഫീഷ്യൽ ടൂർ ആണെങ്കിൽ, ഒഫീഷ്യൽ ടൂർ അല്ലെങ്കിൽ കൃത്യമായി എത്ര കിലോമീറ്റർ വണ്ടി ഓടി ആ കിലോമീറ്റർ ഓടിയ വണ്ടിക്ക് കണക്കാക്കി അതിനുള്ള തുക സർക്കാർ ഖജനാവിലേക്ക് അടയ്ക്കുന്ന IAS-കാരായ ചീഫ് സെക്രട്ടറിമാരുണ്ടായിരുന്ന നാടാണ് ഇവിടെ. ആ നാട്ടിലാണ് ഈ കൊള്ള കിടക്കുന്നത്. എത്ര പേരെയാണ് കിഫ്ബിയിൽ റിട്ടയർ ആയതിനു ശേഷം പോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഏത് PSC ആണ് ഇന്റർവ്യൂ നടത്തിയത്? ഏത് ഏജൻസിയാണ് ഇന്റർവ്യൂ എടുത്തത്? ഏത് പത്രത്തിലാണ് പരസ്യം ചെയ്തത് കിഫ്ബിയിലേക്ക് ആളെടുക്കാൻ? എന്ത് സംവിധാനത്തിലാണ് അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത്? ഇപ്പൊ സർവതന്ത്ര സ്വതന്ത്രമായ ഒരു സാമ്രാജ്യത്വം തന്നെ കെട്ടിയുണ്ടാക്കി. അതെങ്ങനെ സാധിക്കുന്നു ഒരു IAS-കാരന്? എന്നിട്ട് അദ്ദേഹം തീരുമാനിക്കുമല്ല. കുറേ അധികം ആരെങ്കിലും ഏതെങ്കിലും ആശയം കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആശയമേ അദ്ദേഹം പറയും. അസാപ്പിന്റെ തുടക്കക്കാരൻ ആരാണ്? അസാപ്പിനെ കുറിച്ച് പറയുന്നത് എന്താണ്? സ്കൂൾ കുട്ടികളുടെ അഡീഷണൽ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ കുറച്ച് അക്വിസിഷൻ പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞു വന്ന പരിപാടി എബ്രഹാമിന്റെ എന്നാണ് പറയുന്നത്. കെ.എം. എബ്രഹാമിന്റെ എന്നാണ്. അങ്ങനൊന്നുമല്ല. എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ പോയി സെക്രട്ടേറിയറ്റിനകത്ത് രാജാവായി വാണു. അത് കഴിഞ്ഞ് സമാന്തര ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കി, കിഫ്ബി ഉണ്ടാക്കി. കിഫ്ബിയുടെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നില്ല. ഉപജ്ഞാതാവ് LDF ഗവൺമെന്റ് അല്ല. പക്ഷേ അതിന് ജീവൻ വയ്പ്പിച്ചതും കിഫ്ബിയാക്കി മാറ്റിയതും ഡോക്ടർ തോമസ് ഐസക്കാണ്. അദ്ദേഹം തന്നെ പറഞ്ഞു ഇത് പ്രോജക്റ്റാണ്, നിർത്തേണ്ട കാലം കഴിഞ്ഞു. എന്നിട്ട് എന്ത് സംഭവിച്ചു? വീണ്ടും 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 പ്രോജക്റ്റുകൾ എടുക്കുന്നു, പദ്ധതികൾ എടുക്കുന്നു, പണം വിനിയോഗിക്കുന്നു. ഇതിപ്പോൾ വേറൊരു കാര്യം നിങ്ങൾ അറിഞ്ഞായിരുന്നോ? 25ാം വർഷം ആഘോഷിക്കാൻ പോവുകയായിരുന്നു. അറുമാദിക്കാൻ എല്ലാവർക്കും ആനന്ദം, സന്തോഷം, എല്ലാവർക്കും ഗിഫ്റ്റ്. എന്തൊക്കെ ബഹളമാണ് ഇവിടെ. എത്ര കോടി രൂപയാണ് പപ്പടം പോലെ പൊടിക്കാനിരുന്നത്. പല നാൾ ചെയ്യും കള്ളം ഒരു നാൾ പിടിക്കപ്പെടില്ലേ. പന പോലെ വളർത്തുമെന്നാണ്. ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ഭാവിയെ പന പോലെ വളർത്തുമെന്നാണ്. അദ്ദേഹം വിശ്വാസിയല്ലേ, സത്യക്രിസ്ത്യാനി കൂടെയല്ലേ? ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ. ബൈബിൾ വായിക്കുന്ന ആളല്ലേ? ഇതൊക്കെ ചെയ്യാൻ പാടുണ്ടോ? എന്ത് ക്രൂരത്തരമാണ് ചെയ്യുന്നത്. പബ്ലിക് പണം എടുത്തിട്ട് അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് കിട്ടിയതാണ് ഈ പണം? ഒരു IAS-കാരനോ മുൻ ചീഫ് സെക്രട്ടറിക്കോ ആരെങ്കിലും പണം കൊടുക്കുകയാണെങ്കിൽ എന്തിൻ്റെ പേരിലായിരിക്കും കൊടുക്കുന്നത്? ബിനാമി ഇടപാടുകളായിരിക്കും. അതുപോലെ തന്നെ കൊടുത്ത ആളുകൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിക്കാണും. ഇരട്ട ദുരന്തമാണ്. ഇദ്ദേഹം പണം ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, ഖജനാവിന് കിട്ടേണ്ടുന്ന ടാക്സ് ഇളവോ അതുപോലുള്ള എന്തെങ്കിലുമൊക്കെ ഇളവുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും കേസിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊടുക്കലോ ഒക്കെ ചെയ്തതിന് കിട്ടിയ പണമായിരിക്കുമല്ലോ. എത്ര ദുരന്തമാണ് ഈ കാണിച്ചു കൂട്ടുന്നത്. എന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെതിരെ ഒന്നും പറയാത്തൊരു സംവിധാനം. ഇവിടെ ശ്രീ MA ബേബി ഇപ്പോൾ ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ടല്ലോ CPM-ന്റെ. അദ്ദേഹത്തിന് 72 വയസ്സായി. ഇനിയിപ്പോൾ 72 വയസ്സ് ഒരു ടേമോ അല്ലെങ്കിൽ 2 ടേമോ ഒക്കെ ഇരിക്കാൻ കഴിയുള്ളൂ. 1000 വർഷം ജീവിച്ചിരിക്കില്ലല്ലോ. അപ്പോൾ അദ്ദേഹമൊക്കെ ചെയ്യേണ്ടത് എന്താണ്? എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ, ഒരു എന്താ പറയുക, ഒരു ക്ലിയറൻസ് ഉണ്ടാക്കിയെടുക്കണ്ടേ ഈ നാട്ടിൽ? എന്താണ് ഇവരിങ്ങനെ സമ്പാദിച്ചു കൂട്ടുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് പൊതു ഖജനാവിൽ നിന്ന് ഇങ്ങനെ കൊള്ളയടിച്ച് പണം കൊണ്ടുപോകുന്നത്? പൊതു ഖജനാവിലേക്ക് വരേണ്ട പൈസ വരാതിരിക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് അനധികൃതമായി സ്വത്തുണ്ടാക്കാൻ കഴിയുന്നത്. അങ്ങനെയും പണം വരുന്നില്ല, ഉള്ള പണവും അടിച്ചുകൊണ്ട് പോകുന്നു. എന്നിട്ട് എന്താണ് ഇവർ ഈ നാട്ടിൽ കാണിക്കുന്നത്? അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടുത്തെ ചാനലുകളും പത്രങ്ങളും മീഡിയകളും ഒക്കെ ഇത് എടുക്കുന്നുണ്ടോ? എത്ര ഗൗരവമായിട്ടാണ് എടുക്കുന്നത്? വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനപ്പുറം ഇത് കൃത്യമായി ഇത് കൈകാര്യം ചെയ്യണ്ടേ? ഒരിക്കൽ അണ്ണാ ഹസാരെ കേരളത്തിൽ വന്നപ്പോൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. മിസ്റ്റർ സുഭാഷ്, എന്തുകൊണ്ട് നിങ്ങൾ കേരളീയരായിട്ടുള്ളവർ അഴിമതി വിരുദ്ധമായ ഒരു മൂവ്മെന്റ് ഒക്കെ ഉണ്ടാക്കുന്നില്ല? യു ക്യാൻ ലീഡ് എന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അയ്യോ സോറി,
അണ്ണാജി സോജി. കാരണം എന്താ അറിയോ, കേരളത്തിൽ ഇതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തവരാണ്. ഇവിടെ നമ്മുടെ സംവിധാനങ്ങൾക്ക് ഇതെല്ലാം ചിരപരിചിതമാണ്. ഇവിടെ അഴിമതി എന്ന് പറഞ്ഞൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മറ്റു സ്റ്റേറ്റ് പോലെ അങ്ങനെ ഒന്നും പറയേണ്ട കാര്യമില്ല. ഇവിടെ വ്യാപകമായി അഴിമതി നടത്തുന്നുണ്ട്. IAS ഉദ്യോഗസ്ഥരായാലും ടോപ്പ് ലെവൽ ഉദ്യോഗസ്ഥരായാലും. മുല്ലപ്പെരിയാറിന്റെ കേസ് എടുത്ത് നോക്കൂ. ഓരോ വിഷയങ്ങളായിട്ട് നമുക്ക് എടുക്കാം. ഏത് വിഷയം എടുത്താലും എല്ലാറ്റിലും ഒരു അഴിമതിയുടെ കഥ പിറകിൽ കാണും. അതിൽ കുറെ IASകാരുമുണ്ട്. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ കുറെ അധികം ആളുകൾ അതിനകത്തുണ്ട്. അപ്പോൾ തീർച്ചയായും ഇത് ഗൗരവമായി ആലോചിക്കണം. അദ്ദേഹം ജനീവയിൽ നിന്ന് വന്നതിന് ശേഷമെങ്കിലും രാജിവെക്കുമെന്ന് കരുതാം. അതുകൊണ്ട് വളരെ ഗൗരവമായി നമുക്ക് സൂചിപ്പിക്കാനുള്ളത്, ശ്രീ എബ്രഹാം അടിയന്തരമായി രാജിവെക്കണം. അത് ജനീവയിൽ നിന്നുകൊണ്ടായാലും കുഴപ്പമില്ല, രാജിവെക്കണം. രാജിവെച്ചിട്ട് നിയമപരമായി കേസ് നേരിടണം. അത് ജോൺ പുത്തമ്പുരയ്ക്കൽ കൊടുത്തതാണ്. അത് അദ്ദേഹത്തിന് വ്യക്തിപരാഗ്യമുള്ളതാണ്. വ്യക്തിപരാഗ്യം ഉണ്ടായാലും കേസല്ലേ. കോടതി അങ്ങനെ നോക്കിയിട്ടല്ലല്ലോ. ജോമൻ പുത്തമ്പുരയ്ക്കൽ കൊടുത്താൽ കോടതി എടുക്കും. അങ്ങനെയല്ലല്ലോ കേസ് എടുക്കുന്നത്. ജേക്കബ് തോമസ് ഇദ്ദേഹത്തിനെതിരെ പറയുന്ന ഇത് അങ്ങനെയൊന്നുമല്ല. ശ്രീ എബ്രഹാം മനസ്സിലാക്കേണ്ടത്, അങ്ങ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങ് ശിക്ഷ അനുഭവിക്കണം. അങ്ങനെ ശിക്ഷ അനുഭവിക്കുമ്പോൾ കരുനിഴൽ വീണ് പോയി. അങ്ങയുടെ ലൈഫിൽ ഒരു കരുനിഴൽ വീണു. ഈ കരുനിഴൽ മാറ്റാൻ വേണ്ടി അങ്ങ് രാജിവെച്ച് മാറി നിന്ന് അന്വേഷണത്തെ മാന്യമായി നേരിടണം. അതാണ് ഇനിയുള്ള കാലം ചെയ്യുവാനുള്ള, ശിഷ്ടകാലത്ത് ചെയ്യാൻ കഴിയുന്ന ഒരു അവസാന ശ്വാസത്തിലേക്കൊക്കെ പോകുന്ന സമയത്ത് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ കാര്യം ഇതിൻ്റെ നിയമപരമായ കേസിൻ്റെ നടപടികളുമായി പോയി എന്താണ് നിയമം അനുശാസിക്കുന്നത് അത് ഉൾക്കൊള്ളുക എന്നുള്ളത് മാത്രമാണ് കരണീയമായിട്ടുള്ളത്.